ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തണുത്തത് കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഡേ എന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 10 മണി വരെ ഞാൻ ഭയങ്കര ഡയറ്റായിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഡയറ്റെല്ലാം കയ്യിൽ നിന്ന് പോകും കേട്ടോ. എന്നിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പരിപ്പ് കറിയുടേത് കാണിച്ചപ്പോൾ കമൻ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ടൊന്നും പരിപ്പ് കറി ഇല്ല, സ്ഥലമൊന്നും അറിയില്ല കേട്ടോ, പരിപ്പ് കറി ഇല്ല, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടുക എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നലെ വിഷുവിന് വെച്ച പരിപ്പ് ഞാൻ എടുത്തിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ, വേവിച്ച് വെച്ചപ്പോൾ. പിന്നെ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ബാക്കിയാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ആ വേവിച്ച് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നമുക്കിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് തോട് കളഞ്ഞ് പിളർന്ന് കിട്ടുന്ന ഓൾറെഡി റെഡിയായി കിട്ടുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിയത്. ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിപ്പ് കറി സൂപ്പറായിരുന്നു. അങ്ങനെ വാങ്ങിയത് വെച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, നല്ലതായിരുന്നു. അങ്ങനെ വാങ്ങിയെങ്കിലും ഒന്നുകൂടി അതിനെ വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുത്ത ശേഷം ഞാനിത് സാമ്പാറിൻ്റെ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ ഒരു മൂടിയുള്ള ഒരു പാത്രത്തിനകത്ത് പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് കുക്കറിലിട്ടും വേവിക്കാം. അന്ന് പിന്നെ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട് വീണ്ടും കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് സാമ്പാറിൻ്റെ പരിപ്പ് വേവിച്ചപ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് അതിനകത്ത് ആ കുക്കറിനകത്ത് തന്നെ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ കുറച്ച് വേവ് കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഒന്നുകൂടെ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അല്ലാത്തതാണെങ്കിൽ ചെറുപയറിനെ വാങ്ങിയിട്ട് ഒന്ന് വറുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ കറുപ്പിനെ എല്ലാം നമ്മൾ പാറ്റിക്കളയാന്ന് പറയും, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ആ വെള്ളം മാത്രം എടുക്കുക. അല്ല എങ്കിൽ ഇങ്ങനെ കടകളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓൾറെഡി പിളർന്ന് തോടൊന്നും ഇല്ലാത്ത നല്ല പരിപ്പ് കിട്ടും. അത് വാങ്ങിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത ശേഷം വേവിക്കുക. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് സദ്യക്ക് പരിപ്പ് കറി ഇല്ലാണ്ട് ഒരു കളിയും ഇല്ല കേട്ടോ. തൃശ്ശൂർ അങ്ങോട്ടൊന്നും പരിപ്പ് കറിയേ ഇല്ലാന്ന് തോന്നുന്നു. കാരണം തൃശ്ശൂരുള്ളവരൊക്കെ ഇവിടുത്തെ സദ്യ കഴിക്കാൻ വരുമ്പോൾ അവർ സാമ്പാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും, പരിപ്പ് ഇഷ്ടമല്ലാന്ന് തുടങ്ങിയിട്ട്. ഏട്ടൻ്റെ അച്ഛൻ അടിമാലിയിലാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഈ പരിപ്പ് കറിയൊന്നും ഇഷ്ടമല്ല. അവർക്ക് അങ്ങോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം പരിപ്പ് കറിയൊന്നും അധികം ഇഷ്ടമല്ല. പക്ഷെ നമുക്കിവിടെ പരിപ്പ് കറി ഇല്ലാണ്ട് സദ്യ ഒട്ടും അത് കംപ്ലീറ്റ് ആവത്തില്ല. സദ്യയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് കറിയും നെയ്യും കൂട്ടി കഴിക്കാൻ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് പരിപ്പ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആ മാറ്റിയെടുത്ത് വെച്ചിരുന്ന പരിപ്പ് വേവിക്കാനായിട്ട് വെച്ച ശേഷം ഞാൻ കാന്താരി കൊണ്ട് കാന്താരി അരച്ചിട്ടാണ് പരിപ്പ് കറി വയ്ക്കുന്നത്. മുളക് പൊടിയൊന്നും ഈ പരിപ്പ് കറിയിൽ ഇടത്തില്ല. പച്ചമുളകോ കാന്താരിയോ പിന്നെ ഈ വറ്റൽ മുളകിൻ്റെ വിത്തുണ്ടല്ലോ, അകത്തുള്ള അരി ഉണ്ടല്ലോ, അതിട്ടും പരിപ്പ് കറി വയ്ക്കും. അല്ലാണ്ട് മുളക് പൊടിയൊക്കെ ഇട്ടാൽ ചുമന്ന കളറിലിരിക്കും. പരിപ്പ് കറി എപ്പോഴും പച്ച കളറിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഞാൻ മുളകെടുക്കാൻ വന്നപ്പോഴേക്കും ഒരു തൈ ഉടങ്കല്ലി മുളക് നിൽപ്പുണ്ട്. അതിൽ വെള്ളം വല്ലപ്പോഴൊക്കെ ഒഴിക്കത്തുള്ളൂ. അപ്പോൾ പഴുത്ത് 2-3 മുളക് അതിൽ നിൽപ്പുണ്ട്. അതിനെല്ലാം ഇറുത്തെടുക്കുകയാണ്. ഒപ്പം നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ള കാന്താരി എടുക്കുകയാണ്. കാന്താരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല പച്ചമുളകോ വറ്റൽ മുളകിൻ്റെ അരിയോ ഒക്കെ ഇട്ട് എരിവിന് വേണ്ടിയിട്ട് അരച്ചാൽ മതി. പരിപ്പ് കറി അങ്ങനെ ഭയങ്കര എരിവുള്ള കറിയൊന്നുമല്ല, ഒരു മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം എരിവ് മതി. ഇത് കുപ്പയിൽ കിടന്നെന്തോ പൊടിച്ചതാട്ടോ ഈ ഒരു പച്ചമുളകിൻ്റേത്. അതിൽ 2 പഴുത്ത് നിന്നത് അതിനെ ഞാനിങ്ങനെ ഇറുത്തെടുത്തു. ഞാൻ വയ്ക്കുന്ന രീതിയിലാണ് പരിപ്പ് കറി നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വയ്ക്കുന്നത്. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരേ സ്റ്റേറ്റിൽ കിടന്നിട്ട് ഓരോ സ്ഥലത്തും ഓരോ രീതി, ഓരോ ഭക്ഷണ രീതി എന്താല്ലേ. അപ്പോൾ ഞാൻ വയ്ക്കുന്ന രീതി നിങ്ങളോട്ട് കാണിച്ചു തരാം. അപ്പോൾ പരിപ്പ് കുക്കറിലിട്ട് വേവിക്കുക. ഇങ്ങനെയിട്ട് വേവിച്ചാൽ വെന്ത് വരത്തില്ല. ഇതിപ്പോൾ ഓൾറെഡി മുക്കാൽ ഭാഗം വെന്തിരിക്കുകയാണ്. ഫ്രിഡ്ജിലൂടെ വെച്ചെടുത്തപ്പോൾ ഒന്ന് ഇതായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചത്. അത് പെട്ടെന്ന് വെന്തു. ഞാൻ വേവാനായിട്ടില്ല, ഓൾറെഡി വെന്തിരിക്കുന്നതായിരുന്നു. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മുളക് എടുത്തിട്ട് വരുന്ന സമയം അത് ഓക്കെയാണ്. ഞാനപ്പോൾ ഉപ്പിടാണ്ടാണ് വേവിക്കാനായിട്ട് വെച്ചത്. അതുകൊണ്ട് കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെടുത്ത് റൈസ് കുക്കറിൽ വെച്ചു. ഇനി നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. ഇന്ന് വേറെ കറികളൊന്നുമില്ല. ഏട്ടന് പത്തിയായതുകൊണ്ട് കുഴപ്പമില്ല. വേദയ്ക്ക് പരിപ്പ് കറി, ഏട്ടന് മീൻ കറി ഇരിപ്പുണ്ട്. വേറെ ഒന്നും ഞാൻ വയ്ക്കുന്നില്ല. അപ്പോൾ പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ, ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഉള്ളി. ആ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊന്നും അധികം ഇടരുത്, ഭയങ്കര ചെവയായിരിക്കും. ഒരു കുഞ്ഞൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളിയും അത്രയ്ക്ക് മാത്രം ഇട്ടാൽ മതി. കാന്താരി മുളകോ പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അരിയോ ഇടുക. പിന്നെ ജീരകം, ഒരുപാട് ജീരകമൊന്നും ഇടരുത്, ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ മഞ്ഞൾപ്പൊടി. ഇതിങ്ങനെ ഉള്ളി ഇട്ടപ്പോൾ ഒരു വലിയ കഷ്ണമായിപ്പോയി. പിന്നെ അതിനെ മാറ്റിയിട്ട് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇട്ടു കേട്ടോ. ഒരുപാട് വലിയ കഷ്ണമൊന്നും ഇടരുത്. എന്ന് പറഞ്ഞിട്ട് തീരെ ചെറുതുമല്ല. നമുക്കറിയാമല്ലോ, ഒരു ഉദ്ദേശക്കണക്കിന് അറിയാമല്ലോ. ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് ഉള്ളിയും കുറച്ച് വറ്റൽമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അരിയോ പച്ചമുളകോ കാന്താരിയോ അങ്ങനെ എന്തെങ്കിലും, ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ പേസ്റ്റാക്കി എടുക്കുക.
വെള്ളമൊക്കെ ഒഴിച്ചിട്ടെടുക്കുക. അപ്പോൾ പരിപ്പിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഒരുപാട് തേങ്ങ എടുക്കരുത്, പരിപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുറഞ്ഞും പോകരുത്, ആവശ്യാനുസരണം. എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ആദ്യം ഒന്ന് അരച്ചു കൊടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അരച്ചെടുക്കുമ്പോഴേ നന്നായിട്ട് പേസ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം നല്ല പോലെ പേസ്റ്റാക്കിയ ശേഷം അതിലേക്ക് ഒരു കുഞ്ഞ് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കരുത്. ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അത് അരങ്ങി അങ്ങ് വല്ലാണ്ടാവും. പിന്നെ അങ്ങനെ അരങ്ങി കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നന്നായിട്ട് അരങ്ങിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഒരുപാട് അങ്ങ് അരങ്ങി പോകാണ്ട് കിട്ടും കറിവേപ്പില. ചിലർക്ക് നന്നായിട്ട് അരങ്ങി പോകുന്നത് ഇഷ്ടമായിരിക്കാം, നമുക്കൊന്നും അങ്ങനെ അരങ്ങി പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറെ ഒന്നുമില്ല, വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മുകളിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കൂട്ട് തിളയ്ക്കാനായിട്ട് വിടരുത് കേട്ടോ. നമ്മൾ ഈ പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് തിളപ്പിച്ചെടുക്കില്ലല്ലോ, ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒരുപാട് തിളപ്പിക്കാൻ വിടരുത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്യാതിരുന്നാൽ ഇതിങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. തിളച്ച് പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ തിളപ്പിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. പരിപ്പ് കറി ഒരുപാട് ലൂസല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കട്ടിയില്ല. അപ്പോൾ കുറച്ച് മിക്സിയുടെ ജാറ് കൂടിയൊക്കെ വേണമെങ്കിൽ കഴുകി ഒഴിക്കാൻ, കുഴപ്പമില്ല. പരിപ്പിൽ വെന്ത വെള്ളമൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം പുളിശ്ശേരി പോലെ ആവാൻ പാടില്ല. പരിപ്പായതുകൊണ്ട് തന്നെ കുറുകി വരികയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അൽവ കഷ്ണം പോലെ ഇരിക്കാനും പാടില്ല. ഒരു മീഡിയം സൈസിന് പരിപ്പ് കറി ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാണ്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ചിലർ പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുക്കും. അല്ല എങ്കിൽ കുറച്ച് കടുക് വറുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് താളിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ആ താളിച്ച് വരുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ നല്ലതാണ്, പക്ഷേ പരിപ്പും നെയ്യും കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ രണ്ടും കൂടി വേറൊരു കോമ്പിനേഷൻ ആവില്ലേ. അതുകൊണ്ട് ഞാൻ കരുതി വെറുതെ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ എടുത്താലും നല്ലതാണ്. ഞാനൊന്നും സദ്യയ്ക്ക് ഒന്നും ഒഴിച്ചില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചില്ല, കടുക് പൊട്ടിച്ചൊഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പരിപ്പ് കറി വയ്ക്കാൻ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പ് വാങ്ങുക, നന്നായിട്ട് വറുത്തെടുക്കുക, ശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അരച്ചെടുക്കുക. അതിലേക്ക് ഒഴിക്കുക. തിളയ്ക്കാനായിട്ട് വിടണ്ട. ഒന്ന് ചൂടായ ശേഷം നമ്മുടെ പരിപ്പ് കറി റെഡിയാണ്. ഒരുപാട് വെള്ളമാക്കണ്ട, ഒരുപാട് കട്ടിയാകണ്ട. വേണമെങ്കിൽ കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ. ഇങ്ങനെയാണോ എന്നറിയില്ല. ഞാനിവിടെ പരിപ്പ് കറി വയ്ക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇത്രയും ലൂസ് വേണ്ട. അതൊന്ന് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴേക്കും അതൊന്ന് കുറുകി വരും. പരിപ്പ് കൂടി ആയതുകൊണ്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഓക്കെ, പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടേ. ഇനി പരിപ്പ് കറി ആയിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊന്നും എന്നോട് ചോദിക്കരുത്. ഇങ്ങനെയാണ് ഞാൻ പരിപ്പ് കറി വയ്ക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ പരിപ്പ് കറി എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു തിക്നെസ്സാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തിന് എടുക്കുക. നല്ല ടേസ്റ്റാണ്. ചോറും പരിപ്പും നെയ്യും പപ്പടവും. ആഹാ, സൂപ്പർ. വേദയ്ക്ക് ചോറും പരിപ്പും നെയ്യും മാത്രം മതി. എന്തോ അവളത് കഴിക്കും കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. പരിപ്പൊക്കെ നല്ലതല്ലേ. ഓക്കെ, ശരി. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോവാം. വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല. ഇന്നലെ ചാള മീൻ വാങ്ങി. ഏട്ടൻ ചാളയും നെത്തോലി മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചാള ഓൾറെഡി കറി വെച്ചതുണ്ട്. വേറെക്ക് പരിപ്പും ചോറും മതി. വൈകിട്ട് ഞാൻ നെട്ടയത്ത് പോവും. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും വെക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാൻ കരുതി. ഏട്ടൻ ഇഡ്ഡലിയും കഴിക്കും, പുട്ടും കഴിക്കും കേട്ടോ. ഇഡ്ഡലിക്ക് കറിയൊന്നുമില്ല. മുളക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. മുളകും കൊച്ചുള്ളിയും കൂടി മിക്സ് ചെയ്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് മതി, ആ ഒരു ചമ്മന്തി മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേദയ്ക്ക് ഇനി രാവിലെ എത്ര മണിക്കാണ് എണീറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. 12 മണിയോ 1 മണിയോ 11 മണിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവൾക്ക് വരുമ്പോൾ എന്താണോ അതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ദോശ ചുട്ടു കൊടുക്കാൻ കരുതി. ഏട്ടന് മാത്രം ഇഡ്ഡലി അവിക്കാമെന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി അവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ എല്ലാം തടവിയ ശേഷം ദോശ മാവിൽ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയ ശേഷം കോരി ഒഴിക്കുകയാണ്. ഞാൻ 2 ദിവസം മുന്നേ ഞാൻ അരച്ച് വെച്ച മാവാട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന മാവ് ഇഡ്ഡലിക്കൊന്നും അത്രയും നല്ലതായിരിക്കില്ല. പക്ഷേ ഇവിടെ ഒരു മില്ലുണ്ട്. മില്ലിൽ നിന്ന് വാങ്ങുന്ന മാവ് നല്ലതാണ്. എപ്പോഴും അതവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അരച്ച് വെച്ചതാണ്. പിന്നെയൊന്നും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എടുത്തെറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഇഡ്ഡലി ആയിരുന്നു. ഇപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. കള്ളിക്കാട് അമ്മയുടെ എന്നൊക്കെ അതിൻ്റെ റെസിപ്പിയൊക്കെ വാങ്ങിച്ച് പഠിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇഡ്ഡലിക്കെല്ലാം കോരി വെച്ചു. ഇനി എന്താണ് പരിപാടി? ഇനി വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. വേദ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകണം. ഞാനും ഉറക്കം എണീറ്റ് വരുമ്പോൾ ഒരു സമയമാവും കേട്ടോ. പിന്നെ ഫോണിലെല്ലാം കുത്തി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു സമയമാവും. അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ജോലികളെല്ലാം ഭയങ്കര പതിയെ ഇഴങ്ങി നടക്കത്തുള്ളൂ. ജോലികളെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാങ്കിൽ പോയി. ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങളൊന്ന് ബാങ്കിൽ പോയി. ഇപ്പോൾ അടുപ്പിച്ചൊരു 3-4 ദിവസം ബാങ്ക് ഹോളിഡേ അല്ലായിരുന്നോ, അപ്പോൾ അതിൻ്റെ തിരക്ക് ബാങ്കിലും റോഡിലും ഉണ്ട് കേട്ടോ. റോഡിലും ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ. ഈ 4 ദിവസം അടച്ചിട്ടിരുന്ന 4 അല്ലല്ലോ 3 ദിവസം എല്ലാം ഫുൾ ഹോളിഡേ അല്ലായിരുന്നോ, അപ്പോൾ അതിൻ്റെ തിരക്ക് റോഡിലൊക്കെ ഉണ്ടായിരുന്നു. യൂണിയൻ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. ഇത് ഹൗസിംഗ് ലോണിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ SBIയിലുണ്ട്. അവിടെ എല്ലാം പോകണമായിരുന്നു. പോയിട്ട് വന്നപ്പോഴേക്കും വേദ ഉറക്കമെല്ലാം എണീറ്റ് റെഡിയായി ഇരിക്കുകയാണ്. ഡാൻസ് ക്ലാസ്സിനെല്ലാം പോകാൻ സമയമായി. പിന്നെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ അമ്മോ ഭീകര വെയിൽ കേട്ടോ. 2 മണി 2:30 മണി എല്ലാം ഇഷ്ടമാണ്. സാറിൻ്റെ ഈ ഒരു ഉച്ചയ്ക്കുള്ള ക്ലാസ് വയ്പ്പ് മാത്രം ഞാനതിനെതിരാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാറിൽ പോകുന്നു, 2 വീലറിൽ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ കാര്യം വലിയ പാടാണ്. അത്രയ്ക്ക് വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ. ഞങ്ങളും സ്കൂട്ടറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വെയിലൊട്ടും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കാറിൽ പോകുന്നത് കേട്ടോ. ദിവസം അത്രയും ദൂരം കാറിൽ പോയിട്ട് വരുമ്പോൾ എത്ര രൂപയുടെ പെട്രോൾ ആകുന്നു എന്ന് ആലോചിച്ച് നോക്കണേ. എങ്കിലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അത്രയും വെയിൽ കേട്ടോ. ചൂടും നന്നായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഴയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനും വേദയും കൂടി ഡാൻസ് ക്ലാസ്സിന് പോയി. ഇന്നലെ സിനിമ കണ്ടിട്ട് വന്നതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു. പക്ഷേ വേദയും കൊണ്ട് ഡാൻസിന് വരുമ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഡാൻസ് ക്ലാസ്സിന് വന്നിട്ട് എനിക്കാണെങ്കിൽ ഉറക്കം ഇങ്ങനെ കണ്ണിങ്ങനെ അടങ്ങി വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് ഇരുന്ന് കേട്ടോ. 5 മണിയായപ്പോഴേക്കും ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ സാറ് ഒരുപാട് നേരം ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്. അവർക്ക് അടുത്ത മാസം പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ്. അപ്പോൾ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഒരുപാട് പിള്ളേർക്ക് ഉള്ളതുകൊണ്ട് നിറയെ സമയം ഡാൻസ് ക്ലാസ് ഉണ്ട്. മിക്കവാറുമുള്ള ദിവസങ്ങളിലും ഡാൻസ് ക്ലാസ് ഉണ്ട്. ഒരു കണക്കിന് അത് നല്ലതാണ്. സ്കൂളിൽ വെക്കേഷനായിട്ട് വെക്കേഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് ഫോണും TV യൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇങ്ങനെയൊന്നും ഡാൻസ് ക്ലാസ്സിന് പോകുന്നത്. പക്ഷേ ഈ സമയമാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. ആരും സാറിനോട് പറയില്ല, അതാണ് സത്യം. ഞാനൊരു ദിവസം സാറിനോട് സൂചിപ്പിച്ചു കേട്ടോ. അപ്പോൾ സാറ് പറഞ്ഞെങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്നോളാം. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, റോഡെല്ലാം ഭയങ്കര ബ്ലോക്കാണ്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഞാനും വേദം കൊണ്ട് വണ്ടിക്കകത്തിരുന്ന പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഴങ്ങി നമ്മൾ തിരുമല വരെ എത്തി. തിരുമല എത്തിയപ്പോൾ അതിനെക്കാട്ടി ഭീകര ബ്ലോക്ക് കേട്ടോ. അവിടെ പേയാടെ ഏതോ അമ്പലത്തിൽ എന്തോ ഭയങ്കര ഉത്സവം, റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ഭയങ്കര മഞ്ഞൾ നീരാട്ടം അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ തിരുമല മുതലേ റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്തു. പേയാട് സൈഡിലേക്ക് വണ്ടി വിടുന്നില്ല. അപ്പോൾ എല്ലാം ഡൈവേർട്ട് ചെയ്ത് മങ്കാട്ടട വഴിയാണ് പോകുന്നത്. നല്ല കാര്യമായിട്ടുള്ള ബ്ലോക്ക് തിരുമല ഉണ്ട് കേട്ടോ. ഈ കാർ എടുത്തിട്ട് വന്നാൽ ഇതാണൊരു പ്രോബ്ലം. നമുക്ക് സ്കൂട്ടറാകുമ്പോൾ അതേ ഇതുപോലെ നുഴങ്ങി കയറി ഏതെങ്കിലും ഊട് വഴികൾ കൂടുകയെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം. നമ്മൾ ഈ പരിസരത്തൊക്കെ കിടക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇതിലുള്ള കാട്ട് റോഡുകളെല്ലാം അറിയാം. പക്ഷേ കാറിൽ വന്നാൽ നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കണം. ഓരോ കാറുകൾ ഓരോ വണ്ടികൾ പോയതിന് ശേഷം മാത്രമേ നമുക്കും പോകാൻ പറ്റത്തുള്ളൂ. ഭയങ്കര മാന്യതയോടെ നമ്മൾ കിടക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ സ്കൂട്ടർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര സ്കൂട്ടറിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ദൂരമൊന്നും പോകുമ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ട്രിവാൻഡ്രം സിറ്റിയൊക്കെ ഫുൾ പോകാൻ എനിക്കിഷ്ടം സ്കൂട്ടർ യാത്ര. പിന്നെ വെയിലാണ് ഏറ്റവും പ്രോബ്ലം. മഴയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പോകും, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. പക്ഷേ വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുഖം അത്രയും ഇങ്ങനെ ആവാനുള്ള കാരണവും ഈ വെയിൽ. ഞാൻ കാര്യമായിട്ട് സ്കൂട്ടറിലുള്ള യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര പാട്ട് കേട്ടോ. അത് വോയിസ് ഓവർ ചെയ്യുന്നത് നന്നായി. അല്ല, എൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ അത്രയ്ക്ക് വിശേഷം കേട്ടോ എൻ്റെ പാട്ട്. പാവം വേറെ ചെവിയൊക്കെ പോത്ത് ഇങ്ങനെ ഇരിക്കും. അമ്മ ഒന്ന് നിർത്തുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പാടാനൊരു സുഖമല്ലേ. അങ്ങനെ നമ്മൾ ആ ബ്ലോക്കിൽ കുറേ സമയം കിടന്ന് നമ്മൾ തിരുമല വീട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ല, എല്ലാം മങ്കാട്ടുകട വഴിയാണ് പോകുന്നത്, ബസ്സും കാറും സ്കൂട്ടറും ഒക്കെ. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാട്ടോ. ഞാൻ നമ്മുടെ ഡോബിയുടെ ഡസ്റ്റ്ബിന്നെല്ലാം കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ട് പോയതായിരുന്നു. അതിനെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മഴക്കാറുണ്ട്, പക്ഷേ മഴയൊന്നുമില്ല. എന്നിട്ട് ഞാൻ അകത്ത് ചെന്നിരുന്നു നമ്മുടെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ടിരുന്നപ്പോൾ വേദയെ കാണാനില്ല. അങ്ങനെ വിളിച്ചപ്പോൾ തേനുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ദേ ഓടി വരുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുന്നു എന്ന് പറഞ്ഞ് പോയതാണ്. സൈക്കിളും ഇല്ല, വേദയില്ല, ആരുമില്ല. അപ്പോൾ ദേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് തേനുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കിടന്ന് കുറേ സൈക്കിൾ ചവിട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അപ്പുറത്ത് ആദൂസിനെയൊക്കെ കൂട്ടി അവരിന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുകയാണ്. അമ്മുമില്ല, ദിയയില്ല, എല്ലാവരും വെക്കേഷനല്ലേ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി. നമ്മൾ മാത്രമേ എങ്ങും പോയില്ല. ഇന്ന് എവിടെ ഇരിക്കേണ്ട ഞാനാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ. പോകുമെന്നാണ് വിശ്വാസം. ഇനി ഒരു മാസം കൂടെ ഇല്ലേ. പക്ഷേ വീട്ടിലിരിക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ അത് വേറൊരു സുഖം. നിങ്ങൾക്കും യാത്ര ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമല്ലേ. ഏട്ടനൊന്ന് ശരിയാവട്ടെ, ശരിയായ ശേഷം നമുക്ക് പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഏട്ടനൊന്നുമില്ല. അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എനിക്കപ്പം ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഞാൻ രാത്രി പുട്ട വയ്ക്കുകയാണ്. പുട്ട വെച്ച് മീൻകറി എല്ലാം ഉണ്ട്. അപ്പോഴേക്കും ചീമ എന്നെ വിളിച്ചു. ചീമ മുടി ഒന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്യാനായിട്ട്
പോയിരിക്കുകയാണ്, ഒന്ന് പിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചീമയെ വിളിക്കാനായിട്ട് പോയി. ചീമ പോയതും ഞാൻ ചെയ്ത സ്ഥലത്ത് തന്നെയാണ്, സ്റ്റേ ഇൻ സ്റ്റൈലാണ്. കാരണം അവരുടെ ഒരു സർവീസ് എല്ലാം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ചീമ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് കൊടുത്തിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തല്ലേ, തിരുമലയല്ലേ, ഒരുപാട് ദൂരമില്ല, ഭയങ്കര ഭീകര തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പോയി കംഫർട്ടബിളായിട്ട് പോയിട്ട് വരാം, ചെയ്തിട്ട് വരാം, ഒത്തിരി ഒന്നും ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അവൾ ഉച്ച സമയത്ത് ആയപ്പോഴാണ് പോയത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു 4-5 മണിക്കൂറില്ലേ, ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോൾ അവൾക്ക് ഏകദേശം കഴിയാറായി. അങ്ങനെ ഞാൻ ചീമയെ വിളിക്കാൻ പോവുകയാണ്. ചീമയെ വിളിക്കാൻ പോയപ്പോൾ അതിനെക്കാട്ടി ഭീകര ബ്ലോക്ക് കേട്ടോ. പിന്നെ സ്കൂട്ടറിലാണ് ചീമയെ വിളിക്കാൻ പോയത്. അതുകൊണ്ട് ഞാൻ ഈ കാട്ട് റൂട്ടിൽ കൂടെയൊക്കെ കയറി എങ്ങനെയൊക്കെയോ നുഴങ്ങി കയറി ഞാനിവിടെ എത്തിയിട്ട് നമ്മൾ ദേ ഈ സ്റ്റേ ഇൻ സ്റ്റൈലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചീമയെ വിളിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് ചീമയുടെ പുതിയ ലുക്ക്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ഫുൾ ഹെയർ കട്ട് ചെയ്തു. അപ്പോൾ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അവൾ ഫുൾ ഹെയർ എല്ലാം കട്ട് ചെയ്തു. ഒരു നല്ലൊരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊള്ളാം, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ചീമ പറയുകയാണ് ഇനി ഞാൻ വീട്ടിലോട്ടൊക്കെ എങ്ങനെ പോകും, അവളുടെ അമ്മായിയമ്മ എങ്ങനെ എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരിതാണ് അവളുടെ വിഷമം. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ സ്റ്റേ ഇൻ സ്റ്റൈലിനോട് ഒരു താങ്ക് യു എല്ലാം പറഞ്ഞ ശേഷം ഞാൻ തിരിച്ച് ചീമയെ വീട്ടിലാക്കിയ ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. വീട്ടിൽ ചെന്നപ്പോൾ വേദ പിണങ്ങിയിരിക്കുന്നു, വേദയും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. ബ്ലോക്ക് ആയതുകൊണ്ടാട്ടോ വേദയെ കൊണ്ടുപോകാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.